എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ മറ്റൊരു ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുമ്പോൾ അനുമോളുടെ വിളയാട്ടമാണ് ഇപ്പോൾ ലൈവിൽ കാണുന്നത്. ഇതെല്ലാം കണ്ട് അസൂയും കുശുമ്പും കൂടി ഇരിക്കുകയാണ് ഓരോ ഹൗസ് മെമ്പേഴ്സും. ഇങ്ങനെയൊക്കെ ഉള്ള നീക്കങ്ങളും പ്രേക്ഷകർ ഇത്രയേറെ അനുവിനെ സപ്പോർട്ട് ചെയ്യുമെന്നും ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ഭക്ഷണം ഉണ്ടാക്കാൻ പ്രേക്ഷകർ തിരഞ്ഞെടുത്തത് അനുവിനെ ആണ് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞെട്ടൽ ഉണ്ടായത് നമ്മൾ എല്ലാവരും ലൈവിലൂടെ കണ്ടതാണ്. എന്നാലിപ്പോൾ ആര്യനും അനുമോളും തമ്മിലുള്ള സംസാരം ആണ് ലൈവിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കാരണം അനുവിന്റെ പ്രണയത്തെ തുറന്നു പറഞ്ഞുകൊണ്ടാണ് ആര്യൻ സംസാരിക്കുന്നത്. ആദ്യം ഉണ്ടായതും എന്നാൽ അത് പിന്നീട് ബ്രേക്ക് അപ്പ് ആയതും എല്ലാം ആര്യൻ അവിടെ വിളമ്പുന്നുണ്ട്. ഇതെല്ലാം നിന്നോട് ശൈത്യയാണോ പറഞ്ഞത് എന്നെല്ലാം അനുമോൾ ആര്യനോട് ചോദിക്കുന്നുണ്ട്. കാരണം ശൈത്യയോട് മാത്രമേ താൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ എന്നും അനു പറയുന്നു. പക്ഷേ ആര്യൻ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഇവിടെ ജിസൽ മാത്രമേ ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ളൂ, ബാക്കി ഞങ്ങൾ എല്ലാവരും ഇവിടെ കേരളത്തിൽ ഉള്ളവരാണ് എന്നും ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നും അറിയാത്തവരായി ഇവിടെ ആരും തന്നെയില്ല. ഞാൻ ഇവിടെ കേരളത്തിൽ കൊച്ചിയിൽ 10-15 വർഷമായി സെറ്റിൽഡ് ആയിട്ട് എന്നെല്ലാം ആര്യൻ അനുമോളോട് വാദിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ഉത്തരം മുട്ടി നിൽക്കുകയാണ് അനുമോൾ. എന്തൊക്കെയായാലും ആദ്യ പ്രണയത്തെക്കുറിച്ച് അനുമോൾക്ക് തീരെ സംസാരിക്കാൻ താൽപ്പര്യം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. കാരണം ശൈത്യയോടല്ലാതെ കഥ പറച്ചിലിൽ ടാസ്കിലോ മറ്റൊരിടത്തും ബിഗ് ബോസ് വീട്ടിൽ അനു ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. എന്ത് തന്നെയായാലും ഒരു വലിയ PR തന്നെ അനുവിന്റെ പിന്നിലുണ്ട്. അത്രയ്ക്കും സപ്പോർട്ടാണ് ഇപ്പോൾ അനുവിന് കിട്ടിക്കൊണ്ടിരിക്കുന്നതും. എന്നാൽ അനുവിന്റെ മറ്റൊരു കാര്യം എന്തെന്നാൽ തീരെ ഗെയിം അറിയില്ല. ഇതിനെക്കുറിച്ച് വലിയ ഒരു ഐഡിയ ഇല്ല എന്നൊക്കെ കരുതിയെങ്കിലും നല്ല ഇന്റലിജന്റ് ആയിട്ട് ഗെയിം കളിക്കാൻ അറിയാം എന്ന് ഇന്ന് അനുമോൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രേണുസുധിയുടെ കാര്യവും. ലൈവിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മാത്രം കാണാം, അല്ലാതെ ഒന്നും തന്നെ രേണുവിനെ കാണാൻ കിട്ടാറുമില്ല, കോണ്ടന്റ് ഉണ്ടാക്കാറുമില്ല. പ്രേക്ഷകർ പറയും പോലെ ബിഗ് ബോസ് വീട്ടിൽ ഇരുന്നു ബിഗ് ബോസ് കാണുന്ന വ്യക്തിയാണ് രേണുസുധി. പക്ഷേ അനുവിന്റെ പോലെ തന്നെ കുറെ ഏറെ PR രേണുവിനും പുറത്തുണ്ട്. അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.